അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, തളർന്നോ വാടിയോ ഇടിഞ്ഞ മനസ്സോ ആയി നടക്കുമ്പോൾ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ളൊരു അവബോധം ഉണരാൻ, ഇടിഞ്ഞിടത്തു നിന്ന് ഉയർന്നു നിൽക്കാനൊക്കെ ഇടയാക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 31:8. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. മൂകരും അനാഥരുമായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നീ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ശബ്ദം ഉയർത്തിയിട്ടുള്ളതെന്ന് പരിചിന്തിക്കുക. നീ ആർക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത്? ആരോടുകൂടെയാണ് നീ നിന്നത്? ചില എതിർ സംഘങ്ങൾ ശബ്ദം മുഴക്കുന്നു കേട്ടപ്പോ എന്തോ കേട്ടു, എന്തിനു വേണ്ടി പോകുന്നു, ഞാനും കൂടെ കൂടി. ആരൊക്കെ കൂടി ഒരുവനെ അടിക്കുന്നു, അവനെ വഷളായി സമൂഹത്തിൽ ചമച്ചു കെട്ടുന്നു, അവന്റെ നല്ല പേര് ചവിട്ടി അരയ്ക്കുന്നു. ഞാനും അവിടെ കൂടെ കൂടി. കൂട്ടത്തിൽ കൂടി തിന്മ ചെയ്യുമ്പോൾ തിന്മ ഇളതാവുകയല്ലാതെ ശക്തി വർദ്ധിക്കുന്നു. സുഭാഷിതങ്ങൾ പഠിപ്പിക്കുന്നത് മൂകരും അനാഥരുമായ, മിണ്ടാൻ ശേഷിയില്ലാത്തവരും പരിപാലിക്കാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. സ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ഫോർ ദ ലീസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയും. എവിടെയും എറിഞ്ഞു കളയപ്പെട്ട ആരുമില്ലാത്തവർക്ക് വേണ്ടി ഉയർത്തുക, നിലപാടുകൾ എടുക്കുക. അവനോടുകൂടെ ദൈവത്തിൻ്റെ നീതിബോധം, ദൈവത്തിൻ്റെ കരുണ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അത് സമാധാനവും സ്നേഹവും സൗഹൃദവും പങ്കിട്ടും അനുഭവിച്ചും മുന്നോട്ട് പോകാൻ നമ്മളെയും സമൂഹത്തിലുള്ളവരെ സഹായിക്കും. ഹല്ലേലൂയ. ആവേ മരിയ. ആമേൻ.